പാലപ്പവും ചിക്കൻ സ്റ്റൂവും മിക്കവർക്കും ഇഷ്ടമാണ്. അല്ലെങ്കിൽ പാലപ്പവും മുട്ടക്കറിയും ഒക്കെ മിക്കവർക്കും ഇഷ്ടമാണ്. ഈ പാലപ്പം ഉണ്ടാക്കുന്നതിന് കുറച്ചധികം പാടുമാണ്. അമ്മമാരൊക്കെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം. ഈ കടകളിൽ പാലപ്പം ഒരുപാട് വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഒരു ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര പാടാണ്. ഇപ്പോൾ ഈ നൂതന കാലത്ത് എല്ലാത്തിനും എളുപ്പവഴികളുണ്ട്. ഇപ്പം പലതരത്തിലുള്ള മെഷീനുണ്ട്. ഇപ്പം കട്ടിംഗ് മെഷീൻ ആയാലും പച്ചക്കറി എരിയാനെ കൊണ്ട് കട്ടിംഗ് മെഷീൻ ആയാലും തേങ്ങ ചെരുവാനെ കൊണ്ടാണെങ്കിലും എല്ലാത്തിനും മെഷീനുകൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പാലപ്പം ഉണ്ടാക്കാനെ കൊണ്ടും ഒരു മെഷീൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് വന്നതാണെന്നോ ഇത് ആരുണ്ടാക്കിയതാണെന്നോ ഒന്നും കാര്യത്തിൽ ഈ വീഡിയോയിൽ വ്യക്തമല്ല. എങ്കിലും ഒരു ചേച്ചി പാലപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു റൗണ്ടിൽ കുറേ പാലപ്പം ചട്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതിന് സൈഡിലായിട്ട് ഒരു ചരുവത്തിൽ മാവ് നിറച്ചതും കാണാം. ആ മാവ് ഒരു ട്യൂബിലൂടെയാണ് ഈ പാലപ്പച്ചട്ടിയിലേക്ക് വരുന്നത്. ഈ പാലപ്പച്ചട്ടികൾ ഓരോന്നോരോന്നായി റൗണ്ടായി കറങ്ങി വരുന്നുണ്ട്. ഈ കറങ്ങി വരുന്ന പാലപ്പച്ചട്ടിയിലേക്ക് ഈ ട്യൂബിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ആകൃതിയിൽ, പാലപ്പത്തിൻ്റെ ആകൃതിയിൽ ഇത് ഒഴിക്കുന്ന സമയത്ത് അത് ഓരോന്നോരോന്നായി തന്നെ അത് നീങ്ങി പോകുന്നുണ്ട്. അത് ഒരു റൗണ്ട് കറങ്ങി വരുന്ന സമയത്തേക്കും പാലപ്പം റെഡി ആയിരിക്കും. ഈ ആൻറ്റി നിന്ന് പാലപ്പം എടുക്കുന്നതും ആ എണ്ണ വീണ്ടും അതിനകത്തിൽ എണ്ണ തൂവി കൊടുക്കുന്നതുമാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഇത്രയും പാലപ്പം ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത.